രണ്ടുപേർ റോപ്പിന്റെ അടുത്തോട്ട് പോകുന്നതാണ് ഒരാൾ ജയിക്കാൻ എളുപ്പം. എടുത്തെടുത്ത് വൈ ഷഫീഖ്. തള്ളു ഷഫീഖ്. അത്യന്തം വാശിയേറിയ സുമോ റെസ്ലിംഗ് മത്സരം കിടിലമായിരുന്നു അല്ലേ? ഞെട്ടിച്ചു. ഇവരിൽ നിന്ന് ഇങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എഫേർട്ട് അവർ ഇടുകയും ചെയ്തു. ഒരു പ്രകടനവും കണ്ടു. താങ്കൾക്ക് തോന്നിയിരുന്നോ ഒരു ചില ആൾക്കാർ ജയിക്കുമെന്ന് താങ്കൾ വിചാരിച്ച ആൾക്കാർ ജയിക്കാതെ പോയിട്ടുണ്ട്? അതെ പോയിട്ടുണ്ട്. ഞാന് റോഷൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വിചാരിച്ചു. പക്ഷേ തോറ്റുപോയി. കണ്ടാൽ എളുപ്പമൊന്നും, പക്ഷെ ഭയങ്കര പ്രയാസമാണ് ഈ ചെളി കിടന്ന് ഫിസിക്കൽ എക്സർഷൻ ആവശ്യമുള്ള ഒരു ഗെയിമാണ്. അത് കഴിഞ്ഞിട്ട് അനീഷൊക്കെ പിന്നെ സ്റ്റാമിന നഷ്ടപ്പെട്ട് ശ്വാസം നഷ്ടപ്പെട്ട് 2 മണിക്കൂറോളം അവിടെ കിടക്കുന്നുണ്ട്. പുറകെ തിരുമ്മി കൊടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ഓൾറെഡി 2 പേര് പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അതെ റോഷന്റെ കൈക്കും അതിനിടയ്ക്ക് കാർത്തിക് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പരിക്കാളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കെട്ടിയിരിക്കുന്നത്. ഇതിനുശേഷം എന്നെ ഒരു ഗെയിമിൽ എന്നെ നിർബന്ധിച്ച് വിടരുതെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം കെട്ടിയിരിക്കുകയാണ്. ഓൾറെഡി വയ്യ, നടക്കാനും വയ്യ കാർത്തികിന്. ക്യാപ്റ്റൻ കാർത്തിക് നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കേണ്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാമോ? രാജു, അപ്പൊ നമുക്ക് റിസൾട്ടിലേക്ക് പോയാലോ? തീർച്ചയായും. ആദ്യത്തെ 2 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സമനിലയായിരുന്നു, 1-1. അത് കഴിഞ്ഞിട്ട് റോഷനും ഷഫീഖും ഇറങ്ങി. അതിൽ ഷഫീഖ് പോരാടി ജയിച്ചു. ഡിസൈഡർ ആയിരുന്നു റോഷൻ, പക്ഷെ മാക്സിമം എഫേർട്ട് ഇട്ടു. ആശുപത്രിയിലുമായി. അപ്പൊ തന്നെ അവിടെ ജീപ്പ് റെഡിയാണ്, എടുത്തിടുന്നു, കൊണ്ടുപോകുന്നു. അങ്ങനെയാണ്. പക്ഷെ അവര് തിരിച്ചു വരും. കുഴപ്പമൊന്നുമില്ല. ബ്ലൂ ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത് 2-1. സുമോ റെസ്ലിംഗ് ബ്ലൂ ടീം ജയിച്ചിരിക്കുന്നു. അപ്പോ ബ്ലൂ ടീമിന് 100 കോയിൻസ്.